ചാലൂർക്കുടി മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത് പതിവാണ്. ഈ പ്രദേശത്തുകൂടിയാണ് എറണാകുളത്ത് സെക്യൂരിറ്റി ജോലിക്കാരനായ എൽദോസ് രാത്രി 8:30 KSRTC ബസ്സിലെത്തി വീട്ടിലേക്ക് നടന്നുപോയത്. വീട്ടിൽ നിന്ന് കേവലം 1 കിലോമീറ്റർ അകലെ വെച്ചാണ് എൽദോസിനെ ആന ആക്രമിച്ചത്. വഴിവിളക്കില്ലാത്തതിനാൽ ഈ പ്രദേശമൊക്കെ സന്ധ്യയാകുമ്പോൾ തന്നെ ഇരുട്ട് മൂടിക്കിടക്കുന്ന അവസ്ഥയിലേക്കെത്തും. ആന വഴിയിൽ പതുങ്ങി നിന്നാലും അറിയില്ല എന്ന് ചുരുക്കം. അർജുൻ മട്ടന്നൂരിലേക്ക് പോകാം. അർജുൻ മട്ടന്നൂർ, ആന ഇറങ്ങി വരുന്ന വഴി, ആന മതിച്ചു വരുന്ന വഴി, അതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇതുപോലെ എത്തിയ ഒരു ആനയാകാം വഴിയിലൂടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് നടന്നുകൊണ്ടിരുന്ന ആ പാവ മനുഷ്യന്റെ ജീവൻ ഇന്നലെ എടുത്തതല്ലേ? സുജയ, എൽദോസ് ഇന്നലെ നടന്നു വന്ന വഴിയാണിത്. ഈ വഴിയിലൂടെ ഏതാണ്ട് 1 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ എൽദോസിന്റെ വീട്ടിലേക്ക് എത്തും. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, എൽദോസ് കാട്ടാനയ്ക്ക് മുമ്പിൽ പെടുകയായിരുന്നു. വളരെ വിജനമായ ഒരു മേഖലയാണ്, ഒരു സിമന്റ് പാതയാണ് ഇത്. ഇത്തരത്തിൽ വൈകിട്ട് ഏതാണ്ട് 4 മണി കഴിയുമ്പോൾ തന്നെ വിജനമാകുന്ന ഒരു മേഖല, പ്രത്യേകിച്ച് വാഹനങ്ങളൊന്നും തന്നെയില്ല. ഈ പറയുന്ന രാത്രി 8 മണിക്ക് ഈ ഉരുളൻതണ്ണിയിൽ എത്തുന്ന ഒരു KSRTC ബസ്സുണ്ട്. അത് അമൃത ആശുപത്രിയിൽ നിന്ന് തുടങ്ങി ഈ ഉരുളൻതണ്ണിക്ക് തൊട്ടടുത്തുള്ള സ്റ്റോപ്പിൽ അവസാനിക്കുന്ന ഒരു ബസ്സാണ്. ആ ബസ്സിലാണ് ഇന്നലെ പതിവ് പോലെ എൽദോസ് എത്തിയത്. അതിനുശേഷം ഈ ഇരുട്ടിൽ ഈ തെരുവ് വിളക്കുകൾ പോലും ഇല്ലാത്ത ഈ വഴിയിലൂടെ എൽദോസ് നടക്കുകയായിരുന്നു. ഈ പാത നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 2 ഭാഗത്തും വലിയ കാടാണ്, വലിയ പാറക്കൂട്ടങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഇത്തരത്തിൽ അരുവികളുണ്ട്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട കാട്ടാനക്കൂട്ടം വന്നത് ഈ അരുവിയുടെ മറ്റൊരു ഭാഗത്തു കൂടിയാണ്. ഇത്തരത്തിൽ ഏത് നിമിഷവും ഈ ഭാഗത്തു കൂടി കാട്ടാനകൾ ഈ ഭാഗത്തേക്ക് കടന്നു വരാം. അത്തരത്തിൽ കാൽനടയായി മാത്രമാണ് ആളുകൾ, 60 കുടുംബങ്ങളാണ് ക്ലാച്ചേരി എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ളത്. ഞാനിപ്പോൾ ഇവിടെ വന്ന ശേഷം ഏറെ നേരം കാത്തിരുന്നിട്ടും ആരെയും ഈ വഴി വരുന്നത് കണ്ടില്ല. ഒടുവിൽ ഒരു കുടുംബം നടന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം നടന്ന ഈ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവരാണ് നമുക്കൊപ്പം ഉള്ളത്. ചേട്ടന്റെ വീട് എവിടെയാണ്? നിങ്ങൾ എൽദോസിന്റെ വീടിന്റെ തൊട്ടപ്പുറം. എൽദോസിന്റെ വീടിന്റെ തൊട്ടപ്പുറം സ്ഥിരമായിട്ട് നടന്നിട്ടാണോ? നടന്നാ തന്നെ. അപ്പൊ എങ്ങനെയാണ് ഈ രാത്രിയൊക്കെ വരുമ്പോ എന്താ അവസ്ഥ? ചില ദിവസങ്ങളിൽ ആനയുണ്ടാവും, ഒട്ടുമിക്ക ദിവസം ആനകളുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇതിലൂടെ നടന്നു വരാനൊക്കെ. രാത്രിയൊക്കെ വരുന്ന സാഹചര്യം മിക്കവാറും ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. അപ്പം ആനകളൊക്കെ കാണാറുണ്ട്? കാണാറുണ്ട്, മിക്ക ദിവസങ്ങളും കാണാറുണ്ട്. വെളിച്ചമൊന്നും ഉണ്ടാവില്ല രാത്രി? വെട്ടമില്ല. ചില ദിവസങ്ങളിൽ ഓട്ടോക്കാർ വരും, അങ്ങനെയൊക്കെയാണ് ഇവിടെ. എല്ലാ ദിവസവും നടന്നിട്ടാണോ പോകുന്നത്? മറ്റു വാഹനങ്ങൾ എന്തൊക്കെ ഉണ്ടാവും? മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 6:30 കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കാരും കൂടി വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ കാട്ടിക്കൂടെ വേണം നടന്നു വരാനായിട്ട്. മാറി മാറി വരുന്ന ഭരണം, അത് ചെയ്യാം ഇത് ചെയ്യാം, ഒരു ലൈറ്റിങ്ങിൽ വിട്ട് തരാൻ പറഞ്ഞിട്ട് അവർ അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ അതിൻ്റെ പിറ്റേ ആഴ്ച ഞങ്ങൾ പറഞ്ഞാണ് ഒരു വഴിവിളക്കെങ്കിലും വിട്ട് തരാൻ. അവരിട്ട് തരാമെന്ന് പറയാല്ലാതെ ഇതേവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വഴിവിളക്കം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ആ സംഭവിച്ച ഒരു ജീവൻ നമുക്ക് നിലനിർത്താറുണ്ട്. ഇതാണ് ഇവിടുത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കിപ്പം സ്ത്രീകളുമുണ്ട്. പക്ഷേ ഈ മക്കളൊക്കെ ജോലിക്കൊക്കെ പോയി വരുമ്പോഴൊക്കെ വലിയ പേടിയായിരിക്കും അല്ലേ? മുറ്റത്തും ആന വരുന്നു. ഇന്നലെ കൊച്ചിങ്ങോട്ട് പോയെന്ന് പുറകെ തന്നെ എൽദോസിനെ ആന കൊന്നത് പണിയും കഴിഞ്ഞ് വരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് പോകുന്നു എൽദോസിനെ കാണാൻ. അന്നേരം ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ ഉറങ്ങിയില്ല. കാരണം പറഞ്ഞാൽ ആന മുറ്റത്ത് വരും. അതായത് മകൻ ഈ എൽദോസ് വരുന്ന തൊട്ട് മുമ്പാണ് ഇതുവഴി വന്നത്? അതെ 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 അതെ. അപ്പോഴൊക്കെ ആന എവിടെ ഉണ്ടാവാറുണ്ട്? പിന്നെ പുറകെ വന്നു, പിന്നെ പുറകെ. വീട്ടിലെത്തുന്നവരെ വലിയൊരു ആദ്യമാണല്ലേ? ആദ്യം നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. വീട്ടിന്റെ മുറ്റത്ത് ആന വരും. ഞങ്ങളുടെ 4 വശം വനമല്ലേ, അപ്പം മുറ്റത്ത് വരും. മുറ്റത്ത് വന്ന് തെങ്ങും അടയ്ക്കാമരും എല്ലാം തള്ളിക്കളയും. എല്ലാ സാധനവും ഞങ്ങളുടെ കളയും. കൊക്കോയും ചക്കമരവും ഒക്കെ കുത്തി നിർത്തിയേക്കുക. അല്ലാതെ വീട്ടിലെ മുറ്റത്തെ പടുത വരെ പൊട്ടിച്ചു കളയും, ടാർപ്പ വരെ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വരുമ്പോ ഇതുവഴിയല്ലേ വരിക? അപ്പൊ എങ്ങനെയാ അവരുടെ? കുട്ടികളിപ്പോ സ്കൂൾ ബസ്സിന് വരും. ഇപ്പൊ ഇന്ന് മാത്രം സ്കൂൾ ബസ് വന്നില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരും, കൊണ്ടുപോകാനായിട്ട് വരും. വിഷമിച്ച ബുദ്ധിമുട്ട് ഇവിടം വരെ വരുള്ളൂ. ബസ് ഇവിടം വരെ വരുള്ളൂ, ബാക്കി നടക്കണം. ഞങ്ങളുടെ അങ്ങ് മൂലയിലായിട്ടോ വീട്, ഒരുപാട് അങ്ങ് പോകണം ഉള്ളിലേക്ക്. എൽദോസിന്റെ വീട്ടിൽ നിന്നും പോകണം ഞങ്ങളുടെ വീട്ടിലേക്ക്. അങ്ങനെയാണ്. അത്തരത്തിലാണ് സുജിയ ഈ ക്ലാച്ചേരി എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് അങ്ങേയറ്റത്തെ ഭാഗത്ത് താമസിക്കുന്ന ആളുകളാണ് ഈ കുടുംബം ഇപ്പോൾ നടന്ന് വരികയായിരുന്നു. അപ്പോഴാണ് നമ്മൾ സംസാരിച്ചത്. എന്തായാലും അവർക്ക് പോകേണ്ടതുണ്ട്. ഇനി അധികം വൈകാൻ കഴിയില്ല. സന്ധ്യയാകുന്നതിന് മുമ്പ് അവർക്ക് വീട്ടിലെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു പാതയാണ്. ഈ പാത കാണുമ്പോൾ തന്നെ സ്വാഭാവികമായും ഒരു പേടിയുണ്ടാകും. കാരണം ഇതിന്റെ ഇരുഭാഗങ്ങളും ഇത്തരത്തിൽ വലിയ വനമാണ്. തീർച്ചയായും ഇപ്പോൾ അർജുൻ മട്ടന്നൂർ നമ്മൾ ഈ പകൽ സമയത്ത് കാണുന്നത് പോലെയല്ല, പകൽ സമയത്ത് കാണുന്നത് പോലെയല്ല. ആ വഴിയിൽ ഇരുട്ട് മൂടി കഴിയുമ്പോൾ ആന ഇറങ്ങി വരുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? ആ അമ്മ പറഞ്ഞതുപോലെ വീടിന്റെ 4 ചുറ്റും വനമാണ്. ആ വനത്തിന് നടുവിൽ ജീവിക്കുന്ന ആ മനുഷ്യർ, അവരും മനുഷ്യരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. പേരിന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ പോരാ. മന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ ഇടപെടണം.